ഗ്ലോബ് സോക്കർ ദുബായ് പുരസ്കാരം പ്രഖ്യാപിച്ചു. വിനീഷ്യസ് ജൂനിയറാണ് മികച്ച പുരുഷ താരം. ഐത്തന ബോൺമറ്റി മികച്ച വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ലാമിനെ യമാലാണ് ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അബ്ബാസ്, വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ളവർക്ക് പുരസ്കാര നേട്ടം, വിശദാംശങ്ങൾ എങ്ങനെ? സ്നേഹ, ദുബൈയിലെ പാമിൽ നടന്ന ഒരു ഗംഭീരമായ ചടങ്ങിലാണ് ഇപ്പോൾ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പുരസ്കാരങ്ങളിലൊന്നാണ് ഈ ദുബൈ ഗ്ലോബൽ സോക്കർ പുരസ്കാരം. അത് ഇന്ന് വളരെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള താരസമ്പന്നമായ ഒരു നിരയായിരുന്നു ഈ അവാർഡ് നിശക്കായി എത്തിയിരുന്നത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ, അതുപോലെ സ്പെയിനിൽ നിന്നുള്ള ജെറാർഡ് പിക്വെ, ഇങ്ങനെ നിരവധി ഒരുപാട് വലിയ ഫുട്ബോൾ താരങ്ങൾ ഈ അവാർഡ് നിശക്കായി എത്തിയിരുന്നു. പരിചയസമ്പന്നരായ സൂപ്പർ താരങ്ങളും അതുപോലെ പുതിയ തലമുറയിലുള്ള സൂപ്പർ താരങ്ങളും തമ്മിലുള്ള ഒരു സംഗമ വേദി കൂടിയായിരുന്നു ഇവിടുത്തെ ഈ അവാർഡ് നിശ എന്ന് പറയുന്നത്. അതിൽ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിനീഷ്യസ് ജൂനിയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വിനീഷ്യസ് ജൂനിയർ നേരത്തെ ബാലൻദോർ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിലും അദ്ദേഹം അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് അത് നഷ്ടമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു പ്രസ്താവന കൂടി ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് ഈ ഒരു ഇവന്റിലെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്ക് ഈ വർഷത്തെ ബാലൻദോർ കിട്ടേണ്ടിയിരുന്നത് വിനീഷ്യസ് ജൂനിയറിനായിരുന്നു എന്നാണ് ഈ വേദിയിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി തീർച്ചയായിട്ടും ഫുട്ബോളിലെ ഈ അടുത്തുള്ള ഫുട്ബോൾ ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. പിന്നീട് റയൽ മാഡ്രിഡിന്റെ തന്നെ ജൂഡ് ബെല്ലിംഗമാണ് ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യാമിനെ യമാൽ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഫുട്ബോളിലെ പുതിയ താരോദയമായ ബാഴ്സലോണ ലാമിനെ യമാൽ, അദ്ദേഹം മികച്ച എമർജിംഗ് പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ പറയുകയാണെങ്കിൽ വളരെ അതിഗംഭീരമായ ഒരു അവാർഡ് നിശയായിരുന്നു ലോക ഫുട്ബോളിന്റെ സൂപ്പർ താരങ്ങൾ. മുഹമ്മദ് അബ്ബാസ് ആണ് ദുബൈയിൽ നിന്ന് സമഗ്രമായി വിവരങ്ങൾ പങ്കുവച്ചത്.